എറണാകുളത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ്. ഈ പുതിയ പരിഷ്കരണം അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇവരുള്ളത്. രാവിലെ 7 മണിയോട് കൂടി തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ഇവിടെ എത്തിയിരുന്നു. മറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ 1-2 പേർ വന്നെങ്കിൽ പോലും ഈ സമരം അറിഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോവുകയായിരുന്നു. എന്തായാലും ഈ സമരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അതെ ഉറച്ചു നിൽക്കുകയാണ്. 4/2024 എന്ന് പറഞ്ഞ സർക്കുലർ പിൻവലിക്കുന്നവരെ ഞങ്ങൾ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ പുതിയ സർക്കുലറിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ട് നിങ്ങൾ കാണുന്നത്? എന്താണ് ഈ സർക്കുലറിൽ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ, ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, ടെസ്റ്റിന് അനുവദിക്കില്ല എന്ന് സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തന്നിട്ടുള്ള വാഹനമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇവർ തന്നെ സർട്ടിഫിക്കറ്റ് എന്ന വാഹനം നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് വലിയ തെറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇത് എല്ലാ സ്കൂളുകളിലും പുതിയ വാഹനങ്ങളുണ്ട്, പഴയ വാഹനങ്ങളുണ്ട്. അപ്പോൾ പഴയ വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ കളയണമെന്ന് പറഞ്ഞാൽ അത് ആ സ്കൂളിനെ തന്നെ ഒന്ന് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാമ്പത്തികമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അല്പസമയം മുമ്പ് മിനിസ്റ്റർ പറഞ്ഞത് ഇതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ്. അപ്പം എന്താണ് നിങ്ങൾ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. കേരളത്തിലൊട്ടാകെ 7500 മേലെ ഡ്രൈവിംഗ് സ്കൂളുകാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന തൊഴിലാളികൾ, ഈ തൊഴിലാളികളും ഈ മേഖല പണിയെടുക്കുന്ന എല്ലാവരും നാളെ നിങ്ങൾ വീട്ടിലിരുന്നു എന്ന് പറയാൻ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായി നടന്നോട്ടെ. പക്ഷെ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത് ഈ സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ ടെസ്റ്റ് നടത്തൂല, അല്ലെങ്കിൽ നടത്തിക്കൂല എന്ന് തന്നെയാണ്. ബഹിഷ്കരിക്കും ഞങ്ങൾ. അതിനെ ഒരു കുറവില്ലാത്ത വിധത്തിൽ മുമ്പോട്ട് പോകും. എന്തായാലും ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം. ഇന്ന് മുതൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിലവിൽ വരേണ്ടതാണ്. പക്ഷേ ഇത് പിൻവലിക്കാതെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ല എന്ന് പറയുകയാണ്. നിരവധി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 1-2 പേർ ഈ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള സാധാരണക്കാർ വന്നെങ്കിൽ പോലും ഈ സമരം പറഞ്ഞ് അവർ പിന്മാറുകയായിരുന്നു. MBI അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിരുന്നു. എന്തായാലും സമരവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ചെങ്ങമനാടിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.